ഏതൊരു കാര്യത്തിലാണ് അപവാദങ്ങളും പരിഹാസങ്ങളും ഉപദ്രവം ഏൽക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതേ സത്യം നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ഇന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ ആർക്ക് വരും? ആ വ്യക്തിക്ക് വരും. തീർച്ചയായിട്ടും ബുദ്ധിയുള്ളവരും അറിവുള്ളവരും മാത്രമേ അത് അംഗീകരിക്കുള്ളൂ, അല്ലാത്തവർ ഒരിക്കലും അത് അംഗീകരിക്കണമെന്നില്ല. പക്ഷെ അള്ളാഹുവിടെ പറയുന്നുണ്ട്, മനുഷ്യർ അശ്രദ്ധയിലാണ് എന്ന് പറയുന്നത്. അവരെ പ്രവാചകന്മാരെ നാം ഭക്ഷണം കഴിക്കാത്ത ശരീരങ്ങളാക്കിയിട്ടില്ല, അവർ നിത്യജീവികളായിരുന്നുമില്ല. എല്ലാ പ്രവാചകന്മാരും ഭക്ഷണം കഴിക്കുന്നവരാണ്, മരിക്കുന്നവരുമാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കാരണം അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്നതിനുള്ള തെളിവാണത്. തീർച്ചയായും നിങ്ങൾക്ക് നാം ഒരു ഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്, നിങ്ങൾക്കുള്ള ഉത്ബോധനം അതിലുണ്ട്, എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പൊ മനുഷ്യർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളും ഉത്ബോധനമൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്, എന്നിട്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇനി ഇതേ അധ്യായത്തിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ 110 പറയുന്നത്, തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവനറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവനറിയും. എനിക്കറിഞ്ഞുകൂടാ, ഇതൊരു വേള നിങ്ങൾക്കൊരു പരീക്ഷണവും അല്പസമയത്തേക്ക് മാത്രമുള്ള ഒരു സുഖാനുഭവം ആയേക്കാം. ഇവിടെ പറയുന്നത് നമ്മൾ സംസാരിക്കുന്നതായാലും നമ്മൾ രഹസ്യമാക്കി വെച്ചാലും മനസ്സിൽ വെച്ചാലൊക്കെ അത് അള്ളാഹു അറിയും. അത് നമ്മൾ ഹൃദയത്തെ ചലിപ്പിക്കുന്നുണ്ട്, നമുക്ക് ചുറ്റും വലയം ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാര്യം അറിയുന്നത്. എനിക്കറിഞ്ഞുകൂടാ, ഇതൊരു വേള നിങ്ങൾക്കൊരു പരീക്ഷണവും അല്പസമയത്തേക്ക് മാത്രമുള്ള ഒരു സുഖാനുഭവം ആയേക്കാം. ഇത് നമുക്കൊരു സുഖമായ അനുഭവമാണ്, നമ്മുടെ ജീവനാണ്, ജീവിതമാണ്, അത് അള്ളാഹു നിലനിർത്തുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണമാണ്, ഇതിലാണ് നമ്മൾ വിജയിക്കേണ്ടത്. നമ്മളെ അള്ളാഹു യഥാർത്ഥ സത്യം മനസ്സിലാക്കി തന്നിട്ട് നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു ഇവിടെ പരീക്ഷിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഫസ്റ്റില് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കാര്യത്തിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപവാദം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏത് കാര്യമാണോ തുടങ്ങി വെച്ചത്, ആ ഒരു കാര്യമാണ് ഇവിടെ അവസാനിക്കുന്നത്. ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾക്കുള്ള പരീക്ഷണം. ഇത് നമുക്കൊരു സുഖാനുഭവമാണ്, എന്നാൽ ഇതൊരു പരീക്ഷണമാണ്. ചുറ്റിലും വലയം ചെയ്യുന്ന ഇഷ്ടാവിനെ പറ്റിയുള്ള തെളിവുകളാണ്. ഇതേ കാര്യം തന്നെ അധ്യായം 17 സൂറ ഇസ്രാഹിൽ 60-ാമത്തെ സൂക്തം പറയുന്നത്. തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. ആണ്, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സൃഷ്ടാവ് നമുക്ക് ചുറ്റും വലയം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. നിനക്ക് നാം കാണിച്ചു തന്ന ആ ദർശനത്തെ നാം ജനങ്ങൾക്ക് ഒരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുകയാണ്. യഥാർത്ഥ സത്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. എന്നാൽ ഇത് നമുക്കൊരു പരീക്ഷണമാക്കിയിട്ടാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. അത് അള്ളാന്റെ തെളിവുകളാണ്. ഈ തെളിവുകൾ നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നരകാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്.